ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. താങ്ക് യു. ഈ സ്വീറ്റ്സിൽ ഒതുക്കുകയാണ് മോളെ. ഞങ്ങക്ക് പാട്ട് തരാന്ന് പറഞ്ഞിട്ട്. അത് വൈകിട്ടല്ലേ, നിങ്ങക്ക് ക്ലാസ്സിൽ പോണ്ടേ? പോണം. നീ ഇന്ന് ക്ലാസ്സിലേക്കില്ലല്ലേ? ഇല്ലടി, ഞാൻ ക്ലാസ്സിൽ കയറിയാ നിങ്ങൾക്ക് വൈകുന്നേരം പാർട്ടി വരുന്ന എങ്ങനെയാ? അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണ്ടേ? എന്നാ നീ ക്ലാസ്സിൽ കയറണ്ട, ഞങ്ങള് പൊയ്ക്കോളാം. വൈകുന്നേരം കണ്ടാ മതി. കൊതിപ്പിച്ചിട്ട് മുങ്ങി കളയല്ലേ മോളെ. മഞ്ചാടി എന്തെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നിട്ടുണ്ടോ മക്കളെ? വേണോ? വേണ്ട, കഴിച്ചു. ഹാപ്പി ബർത്ത്ഡേ മഞ്ചാടി. താങ്ക്സ് ആസിഫെ. എന്താ അടുത്ത പരിപാടി? രജിസ്റ്റർ ഓഫീസിലെ പരിചയക്കാരനായ ഒരു സ്റ്റാഫുമായിട്ട് സംസാരിച്ച് ആസിഫ് എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് പോയാ അവിടെ മാരേജിന് അപേക്ഷ കൊടുക്കാം. താങ്ക്സ് ആസിഫെ. അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ജീവൻ പറഞ്ഞാണല്ലോ. ആ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിസ്ക് എടുക്കാതെ എന്തെങ്കിലും നേടാൻ കഴിയും ആസിഫെ? റിസ്ക് എടുത്താൽ എന്ത് നേടാം, പക്ഷേ ആലോചന ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ആസിഫെ. വിഷുവിന് എന്റെ കാര്യത്തില് അച്ഛനൊരു തീരുമാനം എടുക്കും. ചിലപ്പോ അതിനുശേഷം എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇന്ന് അപേക്ഷ കൊടുത്താലും 30 ദിവസം കഴിഞ്ഞ് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് അപേക്ഷ കൊടുത്തിടാം. ആ റൂട്ടിൽ തന്നെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ നല്ലതല്ലേ? അതിനി വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അത് അപ്പൊ ആലോചിച്ചാ പോരെ? അപ്പൊ മഞ്ചാടി രണ്ടും കൽപ്പിച്ചല്ലേ? എന്താ ആസിഫെ വീണ്ടും സംശയം? എന്താ ജീവൻ, നീ ഇങ്ങനെയാണോ ആസിഫിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്? അതല്ല മഞ്ചാടി, ആസിഫിന്റെ ടെൻഷൻ നമ്മളെവിടെയും പെട്ടുപോകുന്നുള്ളതാ. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. നോക്ക് ആസിഫ്, കല്യാണം കഴിച്ച് ഉടനെ ഒരു കുടുംബജീവിതം തുടങ്ങാൻ വേണ്ടിയൊന്നുമല്ല. ഇഷ്ടപ്പെട്ട ആളെ കൂടി നിർത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് ജീവനും ഞാനും വേണം. പക്ഷെ ഞങ്ങളെ ഒരുമിച്ച് പോകാൻ എന്റെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് ഉറപ്പാ. ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി മാത്രമാ ഞങ്ങൾ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നത്. എന്താ ജീവൻ, നിനക്ക് പേടിയുണ്ടോ? മാറി ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഈ നിമിഷം ഇവിടെ വെച്ച് നമുക്ക് രണ്ടു വഴിക്ക് അങ്ങ് പോവാ ജീവൻ. ഇനി ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം പിരിയാം. എന്താ, അങ്ങനെ ചെയ്യണോ? ഏയ്, ഇതെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മളെല്ലാം തീരുമാനിച്ചതല്ലേ? നമ്മളിപ്പോൾ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. അതിനൊരു മാറ്റവും ഇല്ല. അതുപോലെ ആസിഫേ, നീ വണ്ടി എടുക്ക്. ഓക്കേടാ, നമുക്ക് പോവാം. വാ. പോവാം. ഇന്നു മുതൽ ഈ അപേക്ഷ ഇവിടത്തെ നോട്ടീസ് ബോർഡിലിടും. മാരേജ് രജിസ്ട്രേഷൻ 1 മാസത്തിന് ശേഷം നടക്കും. അതിനിടയിൽ ആരും ഈ മാരേജിന് ഒബ്ജക്ഷൻ പറഞ്ഞില്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും ഒറിജിനൽ ID കാർഡായിട്ട് വന്ന് നിങ്ങൾക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാം. താങ്ക് യു സർ. രണ്ടുപേരും പേരെഴുതി സൈൻ ചെയ്തു. ദാ ഇവിടെ.
രാജ, ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഇപ്പൊ തന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കണം. ശരി സാർ. ശരി, ഇനി നിങ്ങളും വയ്ക്കോ. ശരി സാർ. രാജ, ഇവിടെ അവരെ അറിയുന്നവർ കുറവായിരിക്കും, എന്നാലും വല്ലാണ്ടങ്ങ് പ്രദർശിപ്പിക്കല്ലേ. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം ആസിഫേ. വേറൊരു അപേക്ഷ വരുമ്പോ അത് ഇതിന്റെ മുകളിൽ വന്നോളും. അതുപോലെ. ആ മതി മതി ഏട്ടാ, എന്നെ വിട്ടോട്ടെ. ഓ, നമുക്ക് കാണാം. പിന്നെ കാണണം. ആ ഓക്കെ. എല്ലാം സെറ്റാ. ഇന്ന് മാത്രമേ നിങ്ങളുടെ ഫോട്ടോ പുറത്ത് കാണൂ. നാളെ രാജേട്ടൻ അതിന്റെ മോളി വേറെ വല്ല അപേക്ഷയും പതിപ്പിക്കും. ഹേമന്തമെൻ കൈക്കുമ്പിളി തൂങ്ങിലാപ്പൂമീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ. കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം മാറിയ നിന്റെ മൗനവും മൊഴിഴത്തുള്ളിയേകവേ എന്നും ഈ വഴി കനവോട് കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയൊന്നു നിന്നോർമ്മയായി നെഞ്ചിന്നു ഞാനീ മെല്ലെ നിന്നെ എന്നും താരാട്ടാ.